ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ്സിനെതിരെ പ്രതിഷേധം. UDF ആണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പഞ്ചായത്തിന്റെ ചെലവിൽ പാർട്ടി പരിപാടി നടത്തിയെന്നാണ് UDFന്റെ ആക്ഷേപം. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച വികസന സദസ്സിനെതിരെയാണ് UDF പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഗ്രാമപഞ്ചായത്തിന് ചെലവിൽ പാർട്ടി പരിപാടിയായി വികസന സദസ്സിനെ മാറ്റിയെന്നാണ് UDFന്റെ ആക്ഷേപം. ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി നടത്തിയതെങ്കിലും സംസ്ഥാന സർക്കാരിന് സ്തുതി പാടുന്ന പരിപാടിയായി ഇതിനെ മാറ്റിയെന്നാണ് UDF ആരോപിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് ഇന്ന് സംഘടിപ്പിക്കുകയുണ്ടായി. ഓച്ചിറ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ വികസന സദസ്സ് സംഘടിപ്പിച്ചത്. എന്നാൽ ദൗർഭാഗ്യപരമായി പറയട്ടെ, പിണറായി ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ കുഴലൂത്ത് നടത്തുന്ന ഒരു പരിപാടിയായി ഇതിനെ മാറ്റിയെടുത്തു. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ കൊടുക്കുന്ന ടാക്സ് കൊടുക്കുന്ന ആ പണം ഉപയോഗിച്ച് പിണറായി ഗവൺമെന്റിന്റെ PR വർക്കുകൾ നടത്തുന്ന ഏറ്റവും തരം താഴ്ന്ന ഒരു നടപടിയായി ഇത് മാറിയിരിക്കുകയാണ്. ഏറ്റവും വലിയ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കൊള്ളക്കാരുടെ സംഘമായ ഈ പിണറായി ഗവൺമെന്റിനെ ന്യായീകരിക്കുവാനും അതുപോലെ തന്നെ അവരുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അതൊക്കെ PR വർക്കുകൾ നടക്കുന്ന ഒരു പരിപാടിയായി ഈ പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടുള്ള ഈ വികസന സദസ്സ് സംഘടിപ്പിച്ചതിൽ അതിയായ പ്രതിഷേധമുണ്ട്. ശക്തമായ പ്രതിഷേധ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. UDF പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് UDFന്റെ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാരും ഈ പരിപാടികൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N. കൃഷ്ണകുമാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത്തീഫ ബേബി, പഞ്ചായത്ത് അംഗങ്ങളായ ദിലീപ് ശങ്കർ, ഗീത രാജു, ഇന്ദുലേഖ, മിനി പൊന്നൻ, മാളു സതീഷ്, ഗീതാകുമാരി എന്നിവർ പറഞ്ഞു. ഇത് വളരെ അടിയന്തരമായി ഈ പ്രവണത നടത്തിയ ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽപ്പെട്ടവർ ഈ പൈസ തിരികെ അടച്ച് അതിന്റെ ജനങ്ങളോട് നീതി പുലർത്തണമെന്ന് അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.